ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. 2 ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നവംബർ 12-ാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ വീട്ടിലുണ്ട്. അച്ഛനിപ്പോൾ വയ്യാകെയൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്, ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ദേ പുറത്തിരിക്കുകയാണ് കേട്ടോ, ഒറ്റ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്ന് ഞാനും ഉണ്ണേട്ടനും കൂടെ ഒരു വൈകുന്നേരം ആയപ്പോൾ ടൗണിലേക്ക് ഇറങ്ങി. കുട്ടികൾ ട്യൂഷന് പോയിരിക്കുകയാണ്. അവർ ട്യൂഷന് പോയിരുന്ന സമയത്തായിരിക്കും കേട്ടോ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പുറത്ത് പോവാറ്. ഹെൽമെറ്റ് ഞാൻ നന്നായിട്ടൊന്ന് കുടഞ്ഞിട്ടാണ് കേട്ടോ വെക്കുക. ഉള്ളിത്തേക്ക് ഒന്ന് തപ്പി തെരഞ്ഞ് നോക്കും, കാരണം വല്ല പാമ്പോ തേരട്ടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. പാമ്പിനേക്കാട്ടിലും കൂടുതൽ എനിക്ക് പേടി തേരട്ടെ തന്നെയാണ്. അങ്ങനെ ഞാനും ഉണ്ണേട്ടനും കൂടിയിട്ട് നേരെ ടൗണിലേക്ക് പോവുകയാണ്. ഇത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് കേട്ടോ, ദേവമാത CMI പബ്ലിക് സ്കൂൾ. ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് കേട്ടോ, ഏത് കടയിൽ പോകും എന്നുള്ളത്. ഞങ്ങളിങ്ങനെ ടൗണിലൊക്കെ ഒന്ന് ഫുള്ള് കറങ്ങിയിട്ട് ജസ്റ്റ് ഈ കടകളുടെ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവും. എന്നിട്ട് അതിലെന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം ആ കടയിൽ കയറും കേട്ടോ. അങ്ങനെയാണ്. അങ്ങനെ കുറച്ച് നേരം വട്ടത്തിരിഞ്ഞ് ലാസ്റ്റ് കടയിൽ കയറി കേട്ടോ. കടയിൽ കയറിയിട്ട് ഓരോ ഡ്രസ്സും ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. ഇപ്രാവശ്യം സാരിയല്ല, സാധാരണ വെഡിങ് ആനിവേഴ്സറിക്ക് വരുമ്പോൾ ഞാൻ സാരി തന്നെയാണ് എടുക്കാറ്. ഇപ്രാവശ്യം പിന്നെ സാരിയല്ല, ചുരിദാർ എടുക്കാമെന്ന് വിചാരിച്ചു. ഡ്രസ്സുകളോട് അമിതമായിട്ടുള്ള ഇഷ്ടം എനിക്ക് നല്ലോണം ഉണ്ടെങ്കിലും ഒരുപാട് വിലയുള്ള ഡ്രസ്സ് എടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പം ഞാൻ ഓരോ ഡ്രസ്സ് എടുക്കുമ്പോഴും അതിന് എത്ര റേറ്റ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ഒരു ചുരിദാർ എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ചുരിദാർ. ഉണ്ണേട്ടൻ പറഞ്ഞപ്പോൾ ഉണ്ണേട്ടനും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിന് മാച്ചായിട്ട് തന്നെ ഷർട്ട് വേണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചപ്പോൾ പോയി ഷർട്ട് നോക്കിയിട്ടോ. ഷർട്ട് നോക്കിയപ്പോൾ മാച്ചായിട്ടുള്ളൊരു ഷർട്ട് കിട്ടി, പക്ഷേ അത് ഉണ്ണേട്ടന് വലിയ ഇഷ്ടമായില്ല. പിന്നെ ഏകദേശം മാച്ചാവുന്ന വേറൊരു ഷർട്ട് കിട്ടി. അപ്പോൾ പിന്നെ അതങ്ങോട്ട് എടുത്തു കേട്ടോ. അപ്പോൾ രണ്ടും ഓക്കെ ആണ്, എന്നാലും കുറച്ചുകൂടി നല്ലത് ഈ കളറായതുകൊണ്ട് ഇതാണ് എടുത്തത്. 5 മണിക്ക് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയതാണ് കേട്ടോ. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 8 മണിയായി. അത് പിന്നെ പറയണ്ടല്ലോ, എന്തായാലും ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അത്യാവശ്യം നേരം വൈകും. അങ്ങനെ 2025 നവംബർ 12 ഞങ്ങളുടെ 16-ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ടോ. ഇത് കുറച്ച് ഫോട്ടോസാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള കുറച്ച് പാടത്തിൻ്റെ ഭാഗത്ത് പോയിട്ട് എടുത്തതാണ് കേട്ടോ ഈ ഫോട്ടോസൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഡ്രസ്സും ഭയങ്കര ഇഷ്ടമായിട്ടോ. കുട്ടികൾ നേരത്തെ തന്നെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് ഫോട്ടോ എടുക്കാൻ പോയത്. ഫോട്ടോ ഒക്കെ എടുത്ത് വന്നിട്ട് ചെറിയൊരു സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കഷ്ണങ്ങളൊക്കെ മുറിക്കുന്നത് എനിക്ക് ഭയങ്കര മടിയാട്ടാ. അമ്മയ്ക്ക് പിന്നെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം കൊണ്ട് അമ്മ എല്ലാ കഷ്ണങ്ങളും മുറിച്ച് തന്നു. അപ്പോൾ ദേ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ കഴുകാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് ഇലക്ട്രീഷ്യൻ പണി ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ അതിൻ്റെ തിരക്കുകളും അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് വന്ന് ഞാൻ കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 1 മണിയൊക്കെ ആയപ്പോഴത്തേനും കുറച്ച് ലേറ്റായി ഫുഡ് ആവാൻ. അപ്പോഴത്തേനും അച്ഛന് വേഗം ഫുഡ് കൊടുത്തു കേട്ടോ. അച്ഛന് പിന്നെ കറക്റ്റ് ടൈമിൽ കൊടുക്കേണ്ടതാണല്ലോ. അപ്പോൾ പിന്നെ അച്ഛൻ വേഗം ഇരുന്ന് ഊണ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയിഞ്ചി, സാമ്പാർ, കൊത്തവരയ്ക്ക് ഉപ്പേരി, അവിയൽ, ഇഷ്ടു, പായസം. അങ്ങനെ അടിപൊളി സദ്യയൊക്കെ ഉണ്ടാക്കി ഞങ്ങളിതാ ഊണ് കഴിക്കാൻ പോവുകയാണ്. കുട്ടികൾ 2 പേര് സ്കൂളിൽ പോയിരിക്കുകയാണ്. അവരിനി 3:30 ആവും വരുമ്പോൾ. അവർ രാവിലെ നേരത്തെ തന്നെ ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ തന്നു കേട്ടോ. രാത്രി 12 മണിക്ക് തരണം എന്നായിരുന്നു ഇത്ര അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ 2 പേരും ഉറങ്ങിപ്പോയതുകൊണ്ട് രാവിലെയാണ് തന്നത്. അപ്പോൾ എനിക്കൊരു കമ്മലും പിന്നെ ഉണ്ണേട്ടനൊരു സെൻറ്റും പിന്നെ ചെറിയൊരു ബർത്ത്ഡേ വിഷസിൻ്റെ ഒരു കാർഡുമാണ് കുട്ടികൾ തന്നത് കേട്ടോ. അത് ഇതിൽ കാണിച്ചില്ല. എനിക്കെപ്പോഴും സദ്യ ഒരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് ഇടിച്ചക്ക സാമ്പാറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടിച്ചക്ക. എനിക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. മോൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല, പക്ഷെ എന്നാലും ഞാൻ വാരി കൊടുക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് അവൾക്ക് വാരി കൊടുക്കാറുണ്ട്. അല്ലാതെ അവൾ പച്ചക്കറി കഴിക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ഞങ്ങൾ പപ്പടം പരസ്പരം വാരി കൊടുത്ത് കല്യാണ ദിവസത്തെ ഓർമ്മയൊക്കെ പുതുക്കിയിട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും കുട്ടികൾ വന്നു. അപ്പോൾ കുട്ടികൾക്കും ഇലയിട്ട് ഊണൊക്കെ വിളമ്പി അവരും നല്ല സന്തോഷത്തോടു കൂടി ഊണൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.